പാർട്ടിയാണ് നമ്മളെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ച് ഇങ്ങോട്ടേക്ക് വിട്ടിരിക്കുന്നത്. അപ്പോൾ അന്നു മുതൽ ആ ഉത്തരവാദിത്തം കൈപ്പറ്റി അന്നു മുതൽ നമ്മൾ പാർട്ടി പറയുന്ന പോലെയാണ് പ്രവർത്തിച്ചിട്ടുള്ളതുമെല്ലാം. അപ്പം ഇനിയുള്ള കാര്യങ്ങളും പാർട്ടി തന്നെ തീരുമാനിക്കും. പാർട്ടിയുടെ അഭിപ്രായം എന്താണോ, തീരുമാനം എന്താണോ, അതുമായി നമ്മൾ മുന്നോട്ട് പോകും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം CPM-ന്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയെ കണ്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തികച്ചും രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനങ്ങൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത. നമുക്ക് പ്രചരണത്തിനുള്ള സമയമാണ് ഈ പോകുന്നത്. ഒരു കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ മാക്സിമം ആൾക്കാരിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നലെ ഒരു ദിവസം മുഴുവൻ എന്റെ പേരിൽ പോയി. ഇവരെല്ലാവരും എൻ്റെ അടുത്ത് ഇറങ്ങി വരൂ, നമുക്ക് ആൾക്കാരിലേക്ക് പോവാന്ന് പറയുമ്പോഴും പോലും എനിക്ക് അങ്ങനെ ഒരു നമുക്ക് മാനസികമായി ഉള്ളൊരു പ്രശ്നമുണ്ടല്ലോ. മാനസികമായി തളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആൾക്കാരെ കണ്ട് നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാലും ആൾക്കാരോട് സംസാരിക്കണം, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം. അപ്പൊ നമുക്ക് മനസ്സിൽ ഇത്രയും പ്രശ്നങ്ങൾ കിടക്കുമ്പോൾ നമുക്ക് ആൾക്കാരിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇന്നലെ നമ്മൾ ഇറങ്ങിയിട്ടില്ല, അധികമായി ഇറങ്ങിയിട്ടില്ല. ഇന്നത്തെ ദിവസം ഇതേപോലെ ഇങ്ങനെ അങ്ങ് പോയി. രാവിലെ മുതൽ ഉച്ചവരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ തികച്ചും മാനസികമായി നമ്മൾ ഇതിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ആളാണ്. നിങ്ങൾ തന്നെ ആദ്യം ഫസ്റ്റ് ഡേ തന്നെ നമ്മളടുത്തേക്ക് വന്ന് നമ്മളെ ബൈറ്റും കാര്യങ്ങളും എടുത്തിട്ട് പോയതാണല്ലോ. അപ്പോൾ മനസ്സിലാവും. അപ്പോൾ അത്രയും ഓടി വന്നിട്ട് അത്രയും നമ്മളൊരു ഏറെക്കുറെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇത്രയും മുന്നിലേക്ക് എത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളത് വ്യക്തിപരമായും എല്ലാം മതി. ഇപ്പൊ ഞാൻ വർക്കിംഗ് ആയിരുന്നു, ഇപ്പൊ ജോലി ക്വിറ്റ് ചെയ്തു. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പാർട്ടി നേതാക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു, എന്താണ് അവരൊക്കെ പറയുന്നത്, എന്താണ് നേതൃത്വം? അല്ല, അവര് തികച്ചും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അവരെന്റെ അടുത്ത് ഇന്നും ഇറങ്ങി വർക്ക് ചെയ്യണം എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. കോടതി സമീപിക്കും, അങ്ങനെ ഇനി എന്താ ചെയ്യാൻ പറ്റുക? എന്താ? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. നമ്മളത് സംസാരിച്ചിട്ടില്ല. അവര് തീരുമാനിച്ചതിന് ശേഷം നമ്മൾ അതുമായി മുന്നോട്ട് പോകും.